ഭൂമിയെ സ്വർഗത്തോളം ഉയർത്തുന്ന ഈ പുണ്യമാസത്തിൽ കഴിവുറ്റ പെൺ നക്ഷത്രങ്ങളെ കൈപിടിച്ചുയർത്തുന്ന സ്ത്രീകളുടെ സ്വന്തം ഷോ ഇത് റെഡ് കാർപ്പറ്റ്. സോ ലെറ്റ്സ് ബിഗിൻ ദി ഷോ. ദിസ് ഈസ് റെഡ് കാർപ്പറ്റ്. സോ നമ്മുടെ ഈ ആഘോഷത്തിന്റെ ഈ വേളയിൽ നമുക്ക് സ്വാഗതം ചെയ്യാം ഷംന കാസിം ആൻഡ് അജു വർഗീസ്. അപ്പൊ ഷംന ആൻഡ് അജു, ഒരുപാട് സന്തോഷം നിങ്ങൾ രണ്ടുപേരും ഈ ഒരു ആഘോഷ സമയത്ത് തന്നെ നമുക്ക് നമ്മുടെ എപ്പിസോഡ് ലഭിച്ചതിൽ. അപ്പൊ നമ്മുടെ റെഡ് കാർപ്പറ്റിൽ വന്നിട്ട്, അതായത് നിങ്ങളുടെ ഒരു ക്രിസ്മസ് ആഘോഷത്തിന് തിരക്കിൽ നിന്നൊക്കെ ആയിരിക്കുമല്ലോ ഞാൻ വിളിച്ചിട്ട് ഇങ്ങോട്ട് പോകുന്നത്. ഇതൊക്കെ വെറുതെയാണ്. വിഷമമുണ്ടോ? വെറുതെ ഒരു തിരക്കില്ല, സന്തോഷമുള്ളൂ ഇങ്ങനെ ഇവിടെ വരാൻ പറ്റിയല്ലോ. അപ്പൊ എന്തായാലും താങ്ക് യു. അപ്പൊ ഇനി നമുക്ക് കൂടുതൽ കുറച്ച് വിശേഷങ്ങൾ അറിയാനുണ്ട്. അതായത് ഷംനയെ കുറിച്ചിട്ട് ആദ്യം ചോദിക്കാനുള്ള തലൈവി എന്ന് പറഞ്ഞ മൂവിയില് ശശികല ആ ഒരു പേഴ്സണാലിറ്റിയാണ് ചെയ്തിരിക്കുന്നത്. സോ ആ ഒരു സിനിമയെ കുറിച്ചിട്ട് കങ്കണ, അരവിന്ദ് അവരുടെ കൂടെ അഭിനയിച്ച എക്സ്പീരിയൻസ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഒരുപാടൊന്നുമില്ല. ബിക്കോസ് ഇറ്റ്സ് കംപ്ലീറ്റ്ലി കങ്കണ. അമ്മയാണ് അതിൽ മെയിൻ ആയിട്ട് അവർ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. കാരണം വിജയ് സാറിന് ഐ എം ദേർ. പക്ഷെ ഒരിക്കലും അവർക്ക് ശശികല ഒരു ക്യാരക്ടറായിട്ട് കൊണ്ടുവരാൻ താല്പര്യം ഉണ്ടായിട്ടില്ല. ബിക്കോസ് ഇറ്റ്സ് എ കോൺട്രവേഴ്ഷ്യൽ പേരാണ്. പക്ഷേ ഇറ്റ്സ് എ ബ്ലെസ്. എൻ്റെ അടുത്ത് എനിക്ക് തോന്നുന്നു മലയാളത്തിൽ നിന്ന് ഒരുപാട് പേര്, ഇപ്പം ജയേട്ടൻ എന്നെ വിളിച്ച് ഇത് സിനിമ കണ്ടപാട് പറഞ്ഞു, ഷംന വെരി ഹാപ്പി ഫോർ യു ഷംന. അങ്ങനെ ഒരുപാട് പേര് ലൈക്ക് ഈവൻ മമ്മൂക്കി ആണെങ്കിലും മെസ്സേജ് ചെയ്തു വെരി ഹാപ്പി ടു സീ ഇൻ എ പാർട്ട് ഓഫ് സച്ച് എ ബിഗ് ഫിലിം. അതെന്നെ ഒരു വലിയ അപ്രിസിയേഷൻ ആണ്. ആൻഡ് ഞങ്ങൾ ഫാഷൻ റാമ്പിൽ വാക്ക് ചെയ്യുമ്പം ഞാൻ എപ്പോഴും മനസ്സിൽ വെക്കുന്ന ഒരു വ്യക്തിയാണ് കങ്കണ. കാരണം നമുക്ക് എപ്പോഴും ആ ഫാഷൻ എന്ന് പറഞ്ഞ സിനിമയില് പുള്ളിക്കാരി നടക്കുന്ന ഒരു സീക്വൻസ് ഉണ്ടല്ലോ. ആൻഡ് ലെറ്റ് മീ സേ ഷീ ഈസ് എ ഡോൺ. ഞാൻ കണ്ട ആക്ട്രസ് ഓർ ആക്ടറിൽ പുള്ളിക്കാരിനെ പോലത്തെ ഒരു ആക്ട്രസ് ഞാൻ വർക്ക് ചെയ്തിട്ടില്ല. പുള്ളിക്കാരിക്കുള്ള ആറ്റിറ്റ്യൂഡ് ഒരു കുഴപ്പമില്ല. കാരണം ഒന്നുമില്ലാത്ത ആൾക്കാർ ആറ്റിറ്റ്യൂഡ് കാണിക്കുമ്പോൾ നമ്മൾ എടുക്കുന്നുണ്ട്. ബട്ട് പുള്ളിക്കാരി ആറ്റിറ്റ്യൂഡൊന്നും ഇല്ല സത്യം പറഞ്ഞാൽ നമ്മളടുത്തേക്ക് നല്ലത്. ബട്ട് ഷീ ഈസ് എ വെരി ആവശ്യത്തിന് സംസാരിക്കാൻ ഫാഷനിലെ മർജാവ സോങ് പക്ഷെ നമ്മൾ ഒരു പ്രാവശ്യം കണ്ട് പിന്നെ അടുത്ത പ്രാവശ്യം കാണുമ്പോൾ നമ്മളൊന്ന് മാറ്റി വെക്കുക, അങ്ങനെയൊന്നുമില്ല. ഹൗ ആർ യു? നമ്മുടെ കൂട്ടുകാരിയുടെ കൂട്ടുകാരിയാണ്, നമ്മുടെ കൂട്ടുകാരിയാണ്. അതുകൊണ്ട് കാണുമ്പോഴൊക്കെ നല്ലൊരു സംസാരമാണ്. പക്ഷെ അരവിന്ദ് സാറിന്റെ കൂടെ എനിക്ക് ആ സിനിമയിൽ കോമ്പിനേഷൻ ഇല്ല. പക്ഷേ നവരസ എന്ന് പറഞ്ഞ ഒരു വലിയൊരു OTT തമിഴ് ചെയ്തപ്പം അതിൽ ഞാൻ അഗ്നി എന്ന് പറഞ്ഞ ഇതില് ഞാനാണ് അരവിന്ദ് സാറിന്റെ വൈഫായിട്ട് ചെയ്തത്. സത്യം പറഞ്ഞ എന്റെ ചൈൽഡ്ഹുഡ് ക്രഷ് ആണ്. നമ്മള് റോജയില് പാട്ടുകൾ എന്ന് വെച്ചാൽ നമ്മള് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കല്യാണം കഴിഞ്ഞാൽ കാശ്മീർ പോകണം. എന്താ കാര്യം? ഈ റോജ സിനിമ. സോ അങ്ങനെ അപ്പം ആദ്യമായിട്ട് പുള്ളിക്കാരൻ്റെ അടുത്ത് വന്നപ്പം ഞാൻ ഇങ്ങനെ പോയിട്ട് വാട്ട് ആർ യു ഡൂയിങ് എന്ന് പറയുമ്പോൾ പുള്ളിക്കാരൻ ഇങ്ങനെ നോക്കും. എന്നെ പറയും യു ലുക്ക് വെരി ബ്യൂട്ടിഫുൾ. അതാണ് സീൻ. അതെടുത്തപ്പോൾ ഞാൻ ചിരിച്ചു. അപ്പൊ ഞാൻ എനിക്ക് നാണം വരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞു സാറിന്റെ അടുത്ത് ഇത് കുറെ പേര് പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ അതിൽ അഗ്നിയായിരുന്നു കൂടുതൽ സംസാരിക്കപ്പെട്ട ഇത്. ബിക്കോസ് ടൈം ട്രാവൽ റിലേറ്റഡ് ഇവര് മരിച്ചു പോകുന്നു, വൈഫും കുട്ടിയും മരിക്കും. അതായിരുന്നു ഏറ്റവും സംസാരിക്കപ്പെട്ട എപ്പിസോഡ്. സോ ഐ വാസ് പാർട്ട് ഓഫ് അഗ്നി ആൻഡ് കാർത്തിക് നാരായൺ ഒരുപാട് നന്ദി എന്നെ അതിലെടുത്തതിൽ. ഇതാണ് ഹാപ്പി ആയിട്ട് പോകുന്നത്. ഈ അജു ഒരുപാട് സീരിയസ് ക്യാരക്ടേഴ്സ് ഇപ്പൊ ചെയ്യാൻ തുടങ്ങി. ഹ്യൂമർ ഒക്കെ വിട്ടു, സീരിയസ് നെഗറ്റീവ് അങ്ങനെയായോ? ഇല്ല ഹ്യൂമർ ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്ന ഭാഗത്ത് ഇപ്പൊ ചെയ്യാൻ പോകുന്ന സിനിമ പ്രൊഡ്യൂസർ ജസ്റ്റ് ആയിട്ടേ ഉള്ളൂ. പ്രൊഡക്ഷനൊക്കെ ഇപ്പൊ ഇച്ചിരി പാടുള്ള കാര്യമാണ്. ടു ബി ഫ്രാങ്ക്, നമ്മുടെ ഇൻഡസ്ട്രി ഇപ്പൊ ഒരു സർവൈവൽ പീരീഡിലാണല്ലോ. വരയ്ക്കാരൊക്കെ വന്ന് കുറിപ്പൊക്കെ വന്ന ഒരു ആശ്വാസത്തിലാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ ഇപ്പൊ ചെയ്യാൻ പോകുന്ന സിനിമ ഒരു മുഴുനീള ഹാസ്യവേഷം തന്നെയാണ്. അത് ആ സിനിമ രസമുള്ള ഒരു കോമഡി ചിത്രമായിരിക്കും. വിരുദൻ എന്നാണ് പേരിട്ടത്. ഭഗത്താണ് അതിന്റെ തിരക്കഥ. ബിജുക്കുട്ടൻ ചേട്ടൻ, നോബി ചേട്ടൻ. എന്താവുന്നൊന്നും അറിയില്ല, പക്ഷെ കുറെ ചിരിക്കാനുണ്ടോ. അജുവിന്റെ വേറൊരു പ്രത്യേകത സൗണ്ട്. അതായത് നേരിൽ സംസാരിക്കുന്നത് നമ്മൾ സ്ക്രീനിൽ ഓരോ ക്യാരക്ടേഴ്സിനും അത് വേറെയാണ്. ഡബ് ചെയ്യുമ്പോ എന്താ ചെയ്യുന്നത്? ഞാനതല്ലേ ഈ എഞ്ചിനീയറോട് ചോദിക്കുന്നത്, എന്റെ ശരിക്കുള്ള സംസാരം ഒന്നാക്കി തരുമോ? അതായത് അതിൽ വരുമ്പോ ഇച്ചിരി അതെ. അത് ഞാൻ എന്താ നിങ്ങൾ ഡബിംഗ് സ്റ്റുഡിയോയിൽ ചെയ്യുന്നത്? മൈക്കും ഞാനും തമ്മിലുള്ള ബന്ധം ശരിയല്ല. അത് മൈക്കിന്റെ കുഴപ്പമാണ്. പണി അറിയാത്തവൻ മറ്റേ ആയുധത്തെ കുറ്റം പറയുന്നത്. നമുക്ക് ഡബ് ചെയ്യുന്ന സമയത്ത് ഇനി എന്തെങ്കിലും പുതിയ കാര്യം കണ്ടുപിടിക്കണം. അതായത് പുറത്ത് സിനിമ എന്തൊക്കെ ഞാൻ ഇവിടുന്ന് ഘനഗാംഭീര്യത്തിൽ ചെയ്താലും സിനിമ പുറത്ത് വരുമ്പോൾ അതിൽ സൗണ്ട് ആയിരിക്കും. ഞാൻ വിചാരിച്ചത് ചിലപ്പോ ഹ്യൂമർ ചെയ്യുന്നതുകൊണ്ട് അങ്ങനെ ആക്കുന്നതായിരിക്കും. ചില സമയത്ത് വരാറുണ്ട്. ഇപ്പൊ നമ്മൾ ഹൈ പിച്ച് കയറി പോകുമ്പോൾ
പക്ഷെ വെറുതെ സംസാരിക്കുന്ന എന്തുണ്ട് വിശേഷം, അത് എന്തുണ്ട് വിശേഷം നമ്മുടെ കാര്യമില്ലല്ലോ. പുറത്ത് വരുമ്പോ അങ്ങനെ ആവുന്നു. ഞാനതും അത് ഇപ്പൊ പക്ഷെ അതായിരിക്കും നമ്മുടെ ലക്ക്, പറയാൻ പറ്റില്ലല്ലോ. ആയിരിക്കാം. സൗണ്ട് ബിക്കോസ് നമ്മുടെ സൗണ്ടിലാണല്ലോ അവർ ചിരിക്കുന്നത്. ഒരുപാട് സൗണ്ടിനെ കുറിച്ച് കളിയാക്കാറുണ്ടായിരുന്നു ചില സുഹൃത്തുക്കൾ. അപ്പൊ ഇപ്പോഴും ഹോട്ടലുകളിൽ നമ്മൾ താമസിക്കുമ്പോൾ നമ്മൾ ഭക്ഷണം വിളിച്ച് പറയില്ലേ, അപ്പൊ വിളിക്കുമ്പോൾ ഹലോ ആ മാഡം മാഡം എന്നാ. അപ്പൊ പിന്നെ ഞാൻ അവിടെ തിരുത്താൻ നിൽക്കില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ മാഡം ആയതുകൊണ്ട് ഭക്ഷണം പെട്ടെന്ന് കിട്ടും. അതുകൊണ്ട് ഗുണമാണ്. ഈ മിമിക്രിക്കാരും അതുപോലെ ഇപ്പൊ സ്പോട്ട് ഡബിംഗ് ചെയ്യുന്ന ഒരു അജുവിന്റെ സൗണ്ട് ഒക്കെ ഇപ്പൊ എടുക്കാൻ ശരിക്കും അങ്ങനെ നമ്മളുടെ സൗണ്ട് ഇഷ്ടമായതുകൊണ്ടും യുണീക്ക് ആയതുകൊണ്ടാണ് അവരത് ചെയ്യുന്നത് അല്ലേ? മാറ്റരുത്. ഞാൻ മാറ്റുന്നൊന്നുമില്ല. പക്ഷെ ഇതെന്താ ഈ ഇതിൽ കൂടെ കടന്നു പോകുമ്പോൾ പ്രക്രിയ ഇതിപ്പോ ചിലപ്പോ നമ്മളുടെ ഈ ടെലികാസ്റ്റ് വരുമ്പോ അതേ വോയിസ് ആയിരിക്കും. ഈ എപ്പിസോഡ് കാണുമ്പോൾ നമുക്ക് നോക്കാം. ഇതിപ്പോ എന്തായാലും സിനിമയല്ല. നിങ്ങൾ അറിയാത്തോണ്ടാ ഇവിടെ ഞാൻ ഭയങ്കര ബേസിലാ സംസാരിക്കുന്നത്. അജുവിന്റെ ബേസ് കണ്ടിട്ട് ഞങ്ങൾ തല ഭയങ്കര എന്താ പറയാ ഭയങ്കര ഇങ്ങനെയൊക്കെ ഫോൺ വിളിച്ച് ആരെങ്കിലും നമുക്ക് ടെലികാസ്റ്റ് വരുമ്പോൾ എന്തായാലും ടെലികാസ്റ്റ് വരുമ്പോ നോക്കാം അജുവിന്റെ സൗന്ദര്യം. അജു ചേട്ടന് ലവ് മാരേജ് ആയിരുന്നോ? അറേഞ്ച്ഡ് ആയിരുന്നു. അറിയായിരുന്നു. അപ്പം ഫസ്റ്റ് സൗണ്ടിലാണോ ആ കുട്ടി വീണത്? എങ്ങനെയോ വീണു. എങ്ങനെയാണ് വീണത്? എനിക്ക് ഒരു ഡ്രസ് ഡിസൈനറാണ്. അപ്പൊ അങ്ങനെ ഒരു കുർത്ത ഡിസൈൻ ചെയ്തത്. ഈ ആക്ടർ ആയതിനു ശേഷം കുട്ടി കുർത്ത ഡിസൈൻ ചെയ്തു. ഇനിയിപ്പോ കുറെ പേര് കുർത്തകൾ ഡിസൈൻ ചെയ്യാൻ. കുട്ടിയുടെ അമ്മയാണ് അഗസ്റ്റീന. കുട്ടി എന്ന് വിളിച്ചപ്പോൾ ഞാൻ ഇപ്പൊ കുട്ടിയുടെ അമ്മയാണ്. 4 കുട്ടികളുടെ അമ്മയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെയാണ് പരിചയപ്പെട്ടത്. പിന്നെ വീട്ടിൽ ഞാൻ പറഞ്ഞു, അവര് പിന്നെ സമ്മതിച്ചു. ഒരു പ്രാവശ്യം ഞങ്ങൾ തിയേറ്ററിൽ പോയപ്പോ ചേട്ടനും മക്കളൊക്കെ ഉണ്ടായിരുന്നു. ചേട്ടൻ എങ്ങനെയാണെന്ന് അറിയോ? ചേട്ടൻ 4 കുട്ടികളും എന്തുണ്ടായിരുന്നു. എന്റെ സിസ്റ്റേഴ്സ് ഒക്കെ എന്ത് ഏതാ എനിക്ക് മധുരരാജയാണോ? മധുരരാജയാണ്. അതൊരു പ്രത്യേക രസമാണ്. അതിനു മുന്നേ അവരങ്ങനെ കൊണ്ടുപോയിട്ടില്ല. ഞാൻ 4 കുട്ടികളും ഇവര് 2 വളരെ റെയറായിട്ട് ഞാൻ തിയേറ്ററിൽ കൊണ്ടുപോകാറുള്ളൂ. ഇപ്പൊ കഴിഞ്ഞ 2 വർഷമായിട്ട് നമുക്ക് അങ്ങനെ ഇച്ചിരി റിസ്ക് ഉണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ നമ്മൾ പോയി കണ്ടു. അവരെ കൊണ്ടുവന്ന് ഇച്ചിരി ശ്രദ്ധിച്ചാണ്. ഇപ്പൊ വേണ്ടാന്ന് തീരുമാനിച്ചു. ഓക്കെ ശരി, ഇനി നമുക്കൊരു ഗെയിം കളിച്ചാലോ? ഒരു ട്രഷർ ഹണ്ട് പോലത്തെ ഒരു ഗെയിമാണ്. പിന്നെ ഈ ഫ്ലോറിൽ, അതായത് ഇത്രയും ചുറ്റളവില് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്. അത് കൊള്ളാം. നല്ല കുറെ ക്ലൂസ് ഉണ്ട്, സമ്മാനം ഉണ്ടാവും, ചിലപ്പോ ടാസ്ക് ആയിരിക്കും. അങ്ങനെ യുനോ ക്രിസ്മസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്മസ് ഫ്രണ്ടിനെ നമ്മൾ കണ്ടുപിടിക്കാൻ ചിലപ്പോ ഒരു അവസരം കിട്ടും, ചിലപ്പോ ക്രിസ്മസ് ഗിഫ്റ്റ് കിട്ടും. എനിക്ക് അജു ചേട്ടനാണെങ്കിൽ അജു ചേട്ടൻ എനിക്ക് ഇപ്പൊ ഇറങ്ങിയ മാക്കപ്പ് പ്രോ മതി കേട്ടോ. പ്ലീസ് അജു ചേട്ടനെ തന്നെ. ഇനി എങ്ങാനും അജുവിനാണ് ഗിഫ്റ്റ് കിട്ടുന്നത്. ഞാൻ അപ്പുറത്ത് കണ്ടെന്ന് ആസ്വദിച്ചിട്ട് ഇതാണല്ലേ കൊള്ളാന്ന് വെച്ചിട്ട് പോയാളെ. ശരി, അപ്പൊ എന്തായാലും ഇവരുടെ ഗെയിമിലേക്ക് നമുക്ക് പോവാം. റെഡി? യെസ്. അപ്പോൾ ഗെയിം ഒരു ട്രഷർ ഹണ്ട് മൂഡിലുള്ള ഒരു ഗെയിമാണ്. ഇവിടെ മൊത്തം കുറെ ക്ലൂസ് ഉണ്ട്. ഞാൻ ആദ്യം ഒരു ക്ലൂ അങ്ങ് ഇട്ട് തരും. പിന്നെ അവിടെ നമ്മൾ കണക്ട് ചെയ്ത് അങ്ങനെ പോവാം. ഈസിയാണ്, ടെൻഷൻ വേണ്ട. റെഡി? നിങ്ങൾ ആദ്യം ആരാണ് ഈ ഗെയിം തോൽക്കാൻ? ശരി, ഷംന. നമ്മുടെ റെഡ് കാർപ്പറ്റിൽ ഷംന ആദ്യമായിട്ട് ഈ ഗെയിമിന് തുടക്കം കുറിക്കുകയാണ്. ആദ്യത്തെ ക്ലൂ ഞാൻ പറയുന്നതായിരിക്കും. ഓക്കെ, അതനുസരിച്ച് വേണം ഷംനയുടെ മൂവ്മെന്റ്. നമ്മുടെ ക്രിസ്മസ് പാപ്പയുടെ പോക്കറ്റിനകത്ത് പോയി നോക്കുക. ക്രിസ്മസ് പാപ്പയുടെ പോക്കറ്റിനകത്ത് പോയി ഷംന നോക്കിക്കഴിഞ്ഞാൽ ഒരു സാധനം കിട്ടും. ഇതൊരു ഗിഫ്റ്റ് ആണ്. പുൽക്കൂട്ടിന്റെ പിന്നിലുണ്ട്. ഓക്കെ, ആദ്യത്തേത് ഞാൻ എടുക്കായിരുന്നു. ഓടി വരണ്ട, പയ്യെ വന്നാ മതി. എടുക്കട്ടെ? ഞാൻ അറിയില്ല ഗിഫ്റ്റ് ഒക്കെ അടിക്കുന്നു. ടാസ്ക് ആയിരിക്കുന്നു വിചാരിച്ചു. എന്താണ്? ക്വസ്റ്റ്യൻ ആണ്. വിനീഷ് എന്ന ക്യാമറമാനോട് അപേക്ഷിച്ചാൽ കിട്ടും. ആരാ ഇവിടെ വിനീഷ്? നന്നായിട്ട് അപേക്ഷിക്കണം. അതായത് വെറുതെ അപേക്ഷിച്ചാൽ പറ്റില്ല, നല്ല സ്നേഹത്തോടെ അപേക്ഷിക്കണം. ഒരു ഉമ്മ എടുത്താൽ പെട്ടെന്ന് കിട്ടും. വിനീഷ് പ്ലീസ്, വിനീഷ് ഉമ്മ എടുത്താൽ പെട്ടെന്ന് കിട്ടും. ഉമ്മ എന്നല്ല, വിനീഷ് പ്ലീസ്. അയ്യോ, ഞാൻ പാവല്ലേ. അങ്ങ് കണ്ടാൽ ഇങ്ങനെയൊക്കെ ഇരിക്കുകയാണെങ്കിൽ ഞാൻ പാവല്ലേ. ഹെൽപ്പ് ചെയ്യൂ. നമ്മുടെ ക്യാമറമാൻ അതാണ്, അദ്ദേഹത്തെ നോക്കി പറയൂ. അയ്യോ പ്ലീസ്.
അടുത്തോട്ട് ചെന്നോളൂ, അടുത്തോട്ട് ചെന്ന് ചേട്ടാ പറഞ്ഞോളൂ. പ്ലീസ് ചേട്ടാ, എനിക്ക് കിട്ടുന്നതിൽ ഞാൻ പകുതി ചേട്ടന് തരാം. അടിയാണെങ്കിലും വിനീഷ് പ്ലീസ് പ്ലീസ്. അടിപൊളി ചോക്ലേറ്റ് കൊടുത്തിരിക്കുകയാണ്. അത് വിനീഷ് ഏട്ടൻ. ഞാൻ ഇവിടെ 2 വർഷമായി ആങ്കർ ഇന്നൊരു ചോക്ലേറ്റ് പോലും മിണ്ടിയിട്ടില്ല, അപ്പോഴാ ചോക്ലേറ്റ് മിണ്ടിട്ട് പോലും ഇല്ല, അപ്പോഴാണ് ചോക്ലേറ്റ് ഒരു കൊണ്ട് നാരങ്ങ മുട്ടായി പോലും വാങ്ങിച്ചു തന്നില്ല. അത് ഇത്രയും ചോക്ലേറ്റ് അതാണ്. ഇപ്പൊ എന്തായാലും തന്ന വക ഞാൻ കഴിക്കണം കേട്ടോ. കഴിക്കണം. തുറക്ക് തുറക്ക്. ഇനി അല്ല ഞാൻ അതൊക്കെ കഴിച്ചുകൊണ്ട് നമുക്ക് കഴിച്ചുകൊണ്ട് ഗെയിം ഞാൻ റൂമിൽ പോയി തുറക്കാം. വേണ്ട, തുറന്നു. ഇനി നമുക്ക് അജുവിനെ ഗെയിം കൊണ്ട് ചെയ്യിപ്പിക്കണ്ടേ? എനിക്ക് തല്ലായിരിക്കും. അത് കേക്ക് ആവണേ. അജുവിന്റെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ LED വാളിന്റെ മുൻപിലെ റിബൺ കെട്ടിയ പച്ച ബലൂൺ പൊട്ടിക്കുക. അതാണ് കണ്ടോ, ആ LED വാളിന്റെ അവിടെ ഒരു ബലൂൺ ഉണ്ട്. ഉറ്റ സുഹൃത്തിനെ ഫോണിൽ വിളിച്ച് പുതിയതായി സംവിധാനം ചെയ്യാൻ പോകുന്നു. ഓക്കെ, അതായത് ഇൻഡസ്ട്രിയിലുള്ള ഒരു ഉറ്റ സുഹൃത്തിനെ വിളിച്ചിട്ട് ആരും ഫോൺ എടുക്കില്ല. ഫോൺ എടുക്കില്ല. നോക്കാലോ, നമുക്ക് നോക്കാം. ഫോൺ എടുത്തിട്ട് ഇങ്ങനെ പറയണം, ആരാന്ന് വെച്ചാ, എടാ ഞാൻ ഇന്ന് രാവിലെ ഒരു തീരുമാനം എടുത്തു, ഞാൻ ഉടനെ തന്നെ ഒരു സിനിമ സംവിധാനം ചെയ്യാൻ പോവാണ്, നിന്റെ അഭിപ്രായം എന്താന്ന് ചോദിക്കും. ഭഗത്തിനോട് പറഞ്ഞാലോ? ഭഗത്തിനോട് പറയാം. അതായത് ഇങ്ങനെ പറഞ്ഞാൽ മതി, നീ ഇങ്ങോട്ടൊന്നും. ഹലോ, നീ ഒരു ഷോയിലാണ്. ഓക്കെ, ഞാനൊരു ഷോയിലാണോ? നീ പറയുന്നതൊക്കെ കേൾക്കാം. നീ പറയുന്നതൊക്കെ നാട്ടുകാർക്ക് കേൾക്കാം. ഓക്കെ, നീ ഇങ്ങോട്ട് വരാൻ ഇത് കഴിഞ്ഞിട്ട് എൻ്റെ കൂടെ. അതെ, സംഭവം അത്രേ ഉള്ളൂ. ഞാനിപ്പോ ഇന്നൊരു പ്രൊഡ്യൂസറെ കണ്ടു. ഓക്കെ, അപ്പം ഒരു സിനിമ സംവിധാനം ചെയ്യാൻ അവർ എന്നോട് ആവശ്യപ്പെട്ടു. അപ്പം നമ്മുടെ പടത്തിന്റെ ഡേറ്റിൽ എനിക്ക് ഡേറ്റ് ഉണ്ടാവില്ല. ഓക്കെ, അത് പറയാനാ വിളിച്ചത്. നിന്റെ അഭിപ്രായം എന്താ ഞാൻ സംവിധാനം ചെയ്യുന്നതിനെ കുറിച്ച്? ഇപ്പം ആണല്ലേ? എന്നാ ചെയ്യാം. പക്ഷെ പ്രശ്നം എന്ന് വെച്ചാൽ അതുകൊണ്ട് നിന്റെ സിനിമ നടക്കൂല, അതൊരു കുഴപ്പമാണ്. ഇപ്പൊ ഞാൻ സംവിധാനം എന്ന് പറഞ്ഞ് പോകുമ്പോ ഒരു 3-4 മാസം എന്താണേലും മാറ്റി വെക്കണമല്ലോ, നാച്ചുറലി. ഞാനേ ഇവിടെ ഷംന കാസിമും ശ്വാസികയുണ്ട്, റെഡ് കാർപ്പറ്റ് എന്ന് പറഞ്ഞ അമൃതയുടെ പ്രോഗ്രാമിൽ നിന്നാണ്. എന്നാ പിന്നെ വേണ്ട, ചെയ്യണ്ട. അതെ, സത്യസന്ധമായിട്ട് പറഞ്ഞു. അപ്പൊ ചെയ്യണ്ട അല്ലേ അജു, സംവിധാനം ഇപ്പൊ തൽക്കാലം ചെയ്യണ്ട അല്ലേ? ഒരു 3 മാസം കഴിഞ്ഞിട്ട് ആലോചിച്ചാലോ? അപ്പൊ അവൻ എന്ത് വേണേലും ചെയ്തോട്ടെ. ഓക്കെ അല്ലയാ, ശരി. എല്ലാരും സുഖമായിട്ടിരിക്കുന്നു. അഡ്വാൻസ് ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്. എന്തായാലും ആക്ടർ ഭഗത്താണ് ഈ ഫോൺ കോൾ അറ്റൻഡ് ചെയ്തത്. സിനിമ സംവിധാനം ചെയ്യുന്ന കാര്യം പറഞ്ഞപ്പോ പാവം ആദ്യം ഓക്കെ പറഞ്ഞു, പക്ഷെ പെട്ടെന്ന് അവന്റെ സിനിമയെ ബാധിക്കും നടക്കില്ല എന്ന് പറഞ്ഞപ്പോ പാവത്തെ ഒരു ടെൻഷനായി. എന്താ അറിയോ, 6 മാസമായിട്ട് അവനത് ആഗ്രഹിച്ചിട്ട് ഇപ്പൊ തുടങ്ങാൻ നിൽക്കുക. അപ്പൊ ഞാൻ വിളിച്ചിട്ട് ഞാൻ സംവിധാനം ആണോ? പിന്നെന്താടാ, നീ നല്ല കാലിബർ ഉള്ളവരല്ലേ, നീ ചെയ്തോ. അടിപൊളി. പക്ഷെ എന്തായാലും ഒരു ഇൻട്രസ്റ്റിംഗ് സെഗ്മെന്റ് ആയിരുന്നില്ലേ? ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ ഉള്ളത് ഷംനയ്ക്കാണ്. അതെന്താ അങ്ങനെ? പുള്ളിക്കാരൻ 2 ബോക്സ് എടുത്തില്ലല്ലോ. അയ്യോ, അത് ക്ലൂ ആയിരുന്നു. അതെന്ന് ഷംനയ്ക്ക് മറ്റേതിൽ അപ്പുറത്ത് എടുക്കാൻ പറഞ്ഞു. റെഡി. ഇലയില്ലാത്ത ക്രിസ്മസ് ട്രീയുടെ ചുവട്ടിലെ റിബൺ കെട്ടിയ ഓറഞ്ച് ബലൂൺ പൊട്ടിക്കുക. ഇലയില്ലാത്ത ക്രിസ്മസ് ട്രീ, ഇത്
അയ്യോ അയ്യോ. ഒരു സ്റ്റാൻഡപ്പ് കോമഡി ചെയ്യാം. അല്ല, ഇത് എഴുതിയ ആൾക്ക് എന്നോട് ഇത്തിരി പോലും എന്താണ് സ്നേഹമല്ല, മനസാക്ഷിയില്ലേ? അതായത് ഒരു ഇൻസിഡന്റ് പറഞ്ഞാൽ മതി. ഇത് കോമഡി എനിക്ക് ഇറ്റ്സ് എ കോമഡി ആണോന്ന് എനിക്കറിയില്ല. ഞാൻ പണ്ട് നിമ്മുട എന്ന് പറഞ്ഞ ഡാൻസ് കളിക്കുമ്പം ലോങ് ഹെയർ ആണ്. അപ്പൊ അതില് ഐശ്വര്യ റായ് അതുപോലെയാണല്ലോ നിമ്മുട. അപ്പൊ അതിലൊരു പോർഷനില്ല, അവള് മുടി വെച്ച് ഇങ്ങനെ തിരിക്കും. ഓക്കെ, അപ്പൊ എനിക്ക് വെച്ചിരിക്കുന്നത് മറ്റേ പാർമുടിയാണ്. ഞാൻ ഇങ്ങനെ തിരിഞ്ഞു വന്നപ്പോ മുടി എന്റെ തലയിൽ നിന്ന് വിട്ട് മുടി മാത്രം എന്റെ കയ്യില്, പിന്നെ അത് അവിടെ എറിഞ്ഞു. അതെങ്ങനെ മാനേജ് ചെയ്തു? അങ്ങനെ എറിഞ്ഞു കളഞ്ഞു. അതുപോലെ തന്നെ വേറൊന്നുണ്ട്. ഞാൻ റോളർ സ്കേറ്റിംഗ് ഭരതനാട്യം ഡാൻസറിൽ ഞാൻ നാഷണൽ ഗോൾഡ് മെഡലിസ്റ്റ് ആണ്. ഞാൻ ആദ്യമായിട്ട് US അങ്ങനെയുള്ള പോയത് സിനിമ ഒരു ആക്ട്രസ് ആയിട്ടായിരുന്നില്ല ഞാൻ പോയത് ഈ ഡാൻസ് കാരണമാണ്, റോളർ സ്കേറ്റിംഗ്. അപ്പം ഞാൻ കളിക്കുന്നത് മിൻസാരപ്പൂ അതാണ് കളിക്കുന്നത്. അപ്പം റോളർ സ്കേറ്റിലാണ് ഫസ്റ്റ് എൻ്റെ ഡാൻസ് ആയിരിക്കും. ഈ US-ലൊക്കെ 16 ഷോ മണിച്ചേട്ടനൊക്കെ ഉള്ള ഷോ ആണ്. അപ്പം ഫസ്റ്റ് ഡാൻസ് എൻ്റെ ഇൻട്രൊഡക്ഷൻ ഡാൻസ് ഞങ്ങളുടെ ഡാൻസാണ്. അപ്പം റോളർ സ്കേറ്റ് ഇട്ടിട്ടാണ്. അപ്പം നമ്മുടെ സ്റ്റേജ് അങ്ങോട്ട് ഫ്ലാറ്റ് ആയിരിക്കണം, ഒന്നും പാടില്ല. കാരണം നമ്മൾ ഫാസ്റ്റ് ആയിട്ടല്ലല്ലോ പോകുന്നത്, സ്റ്റെപ്സ് ഒക്കെ റോളറിലാണല്ലോ കളിക്കണേ. അപ്പൊ ഞാൻ ഇങ്ങനെ ഒരു പോസ് വെച്ചിട്ട് ഇങ്ങനെ പോവാ. അവിടെ ഒരു പണ്ടാര ആണി ഉണ്ടായിരുന്നു, ആണിയിട്ട് ടോം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വീണു. അത് എങ്ങനെയാ വീണെന്ന് വെച്ചാൽ ഇങ്ങനെ പോയി ഇങ്ങനെ ഞാൻ വീണു. പിന്നെ അവിടുന്ന് എന്ത് ചെയ്യും, കരയോ, ഇവര് പാട്ടും നിർത്തുന്നില്ല. എണീറ്റിട്ട് ഞാൻ അവിടെ തന്നെ ഇരുന്നിട്ട്. ഇതൊക്കെ സ്ഥിരമുള്ള പരിപാടിയാണ്. ഓക്കെ, ലാസ്റ്റ് അജു. എന്താണ് അജു, നിങ്ങൾ ഇരിക്കുന്ന ചെയറിന്റെ പുറകിലെ റിബൺ കെട്ടിയ നീല ബലൂൺ പൊട്ടിക്കുക. ഏറ്റവും അടുത്ത സുഹൃത്തിനെ പറ്റി 5 പൊങ്ങച്ചം പറയുക. അടിപൊളി അടിപൊളി അടിപൊളി. കുറ്റം പറയുന്നതായിരുന്നു നല്ലത്. ഈ പൊങ്ങച്ച് നമ്മൾക്ക് എന്തിനല്ലേ? നീരജ് മാധവനെ ആക്കാം. ഓക്കെ, നീരജും ഞാനും ഇതേ സ്റ്റേജിലുള്ള കണ്ടസ്റ്റൻസ് ആണ് നമ്മൾ രണ്ടുപേരും. അന്ന് നീരജ് ആക്റ്റീവ് ആയിരുന്നോ? കൊച്ചല്ലേ അവൻ? ഞാനൊന്നും അതല്ല ഞാൻ പറഞ്ഞത്, ഭയങ്കര സീനിയർ ആയിട്ടുള്ള ഒരു വ്യക്തിയാണല്ലോ. സീനിയർ ആണല്ലോ. ഞാനും നീരജും ഒരേ ഏജുകാരാണ്. ഇപ്പോഴാണ് പറഞ്ഞത്. നീരജ് അന്ന് ഇങ്ങനെ ഇരിക്കണോന്നേ ഉള്ളൂ, ആൾക്ക് പ്രായം ഉണ്ടായിരുന്നു. ഇപ്പോഴാ പുറത്തു വന്നത്. അതെ, അന്ന് ആക്ച്വലി നീരജൊക്കെ കുറച്ച് മുന്നിലേ എലിമിനേറ്റ് ആയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങളൊക്കെ ഇതേ സ്റ്റേജ് ഇവിടെ ഡാൻസർ അല്ലേ? അപ്പൊ നീരജിനെ കുറിച്ച് പൊങ്ങച്ച എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നീരജിന്റെ പാട്ട് കേട്ടിട്ട് എന്റെ സുഹൃത്തുക്കൾ അങ്ങനെയുള്ള ശീലം കുട്ടികൾ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ അവനെ കുറിച്ച് പൊങ്ങച്ചം പറയേണ്ട അവസ്ഥയാണ്, താല്പര്യമില്ലാതെ. വീട്ടിൽ ചെല്ലുമ്പം എൻജേ എന്നാണ് എല്ലാരും പറയുന്നത്. ഇവന്റെ നീരജിന്റെ ഒരു രസകരമായ എപ്പിസോഡ് ഞാൻ പറയാം. നീരജ് നീ ക്ഷമിക്കണം. പൊങ്ങച്ചല്ല, കുറ്റം പറ. അപ്പം സൈമ അവാർഡാണോ ഐഫാണോ ഏതോ ഹൈദരാബാദ്. അപ്പം അല്ലു അർജുൻ അദ്ദേഹത്തിന്റെ ബണ്ണി എന്നാ വിളിക്കണേ. അദ്ദേഹത്തെ അങ്ങനെ വിളിക്കണേ, നമുക്കറിയില്ലല്ലോ. അപ്പൊ ബണ്ണി ട്രിബ്യൂട്ട് ചെയ്തു. ബണ്ണീസ് പാർട്ടി, ആഫ്റ്റർ പാർട്ടി ബണ്ണിയുടെ പാർട്ടിയാണെന്ന് പറഞ്ഞു. നമ്മളെല്ലാം ഇരിക്കുന്ന മുറിയിൽ നീരജ് വന്നു. അപ്പൊ നീരജ് ആറ്റിറ്റ്യൂഡ് ഇസ് ലൈക്ക് ഓൾവേസ് വെരി യങ്. ഭയങ്കര രൺവീർ സിംഗിനെയൊക്കെ എനിക്ക് തോന്നും നീരജിനെ കാണുമ്പോൾ. ആള് ഫുൾ ടൈം ഓണാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ മൂവ്സ് ഒക്കെയാണ് നിൽക്കുമ്പോഴാണെങ്കിലും. അപ്പം നീരജ് വന്നിട്ട് എന്ന് നിന്റെ മൊയ്തി എന്ന് പറഞ്ഞ പടത്തിന്റെ സിംഗർ മക്ബൂൽ നീരജ് കൊണ്ട് റൂമിൽ വന്നു. നീരജ് പറഞ്ഞു, ഞാൻ ഇങ്ങനെ ലിഫ്റ്റിൽ വെച്ച് ശ്രേയ സരൻ കണ്ടു. അപ്പൊ ശ്രേയ ചോദിച്ചു, ആർ യു കമ്മിങ് ഫോർ ബണ്ണീസ് പാർട്ടി എന്ന് പറഞ്ഞു. അപ്പൊ മക്ബൂൽ പറഞ്ഞു, ആർ യു കമ്മിങ് ഫോർ ബണ്ണീസ് പാർട്ടി അല്ലല്ലോ ചോദിച്ചേ, വി ആർ ഗോയിങ് ഫോർ ബണ്ണീസ് പാർട്ടി എന്നല്ലേ പറഞ്ഞ്. അപ്പം അതൊരെണ്ണം. പക്ഷെ പിന്നെ ഹി മേഡ് ഇറ്റ്. അതിന് തമാശ എന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹം അവിടെ പോയി ഡാൻസ് ചെയ്തിട്ട് ഏറ്റവും അപ്രീഷിയേറ്റ് ചെയ്യപ്പെട്ട വ്യക്തിയായി ആ പാർട്ടിയിൽ. കാര്യം അവരൊന്നും ഒരു ഇത്രയും കുറെ നാൾക്ക് ശേഷമായിരിക്കും ഒരു ആക്ടർ ഡാൻസർ ഇങ്ങനൊരു മിക്സ് വന്നത്. ചാക്കോച്ചായന് ശേഷം എനിക്ക് തോന്നല്ലേ. പിന്നെ വേറൊരു സുഹൃത്തിനെ കുറിച്ച് ഇനിയിപ്പോ ആരാ കുറ്റം പറയാ? ആഹാ, നിവിനെ പറ്റി ഒരു പെൺകുട്ടികൾക്ക് ഒരിക്കലും വിനീതിനെ പറ്റിയുള്ള ഒരു കുറ്റം പറയാം. അയ്യോ, അതിലെ രസം ശരി. ഞാൻ ആലോചിക്കും ആ സമയത്ത് നിവിനെ പറ്റി. വിനീതിന്റെ
വിനീതേട്ടന് കുറ്റമൊന്നുമില്ല, പാവം. ഉണ്ടാവും ഉണ്ടാവും ഉണ്ട് ഉണ്ട് ഉണ്ട്. നമ്മള് കുറ്റം എന്ന് വെച്ചാൽ നമ്മളെ പോലെ തെറ്റുകൾ ചെയ്യുന്നില്ല. ഒന്നാമത്തെ കുറ്റം ആ, അത് വലിയൊരു വലിയൊരു കുറ്റമാണ്. നമ്മളെന്താ ചെയ്യുന്നാവോ? അല്ല, നമുക്ക് ഈ ചുമ്മാ പറഞ്ഞ ഇങ്ങനെ അലമ്പുപോലെ വിശ്രമവേളകൾ ആനന്ദകരാക്കുന്ന ചില പരിപാടികളൊക്കെ ഉണ്ടല്ലോ. അതൊന്നുമില്ല. അതെന്താണ്? അതൊന്നും എനിക്കറിയില്ല. അപ്പം അദ്ദേഹം എഴുതുന്നേ ബേസിക്കലി അങ്ങനെ. ഇപ്പൊ ഹൃദയം കഴിഞ്ഞ 3 വർഷമായിട്ട് നമ്മൾ പുള്ളിയെ വിളിച്ച് എന്തെങ്കിലും സീരിയസ് ആയിട്ട് പറഞ്ഞാൽ അവിടെ നിന്ന് ഇവിടുന്ന് ഈ ആണെങ്കിൽ അത് കേൾക്കുന്നില്ല എന്നർത്ഥം. നമ്മൾ എന്ത് ഇവിടെ പറഞ്ഞാലും വളരെ സീരിയസ് ആയിട്ട്, നാളെ ഞാൻ ഹൃദയത്തിന്റെ ഷൂട്ടിന് വരുന്നില്ല എന്ന് പറഞ്ഞാലും കാര്യം പുള്ളി മനസ്സുകൊണ്ട് ഈ കോൾ ഞാൻ സംസാരിക്കണ്ടെന്ന് തീരുമാനിക്കാതെ മനസ്സിരുത്തി മനസ്സിലായി, മനസ്സിലാവില്ല. അതെ, ആദ്യത്തെ കുറ്റമാണ്. അതെ, ആദ്യത്തെ കുറ്റമാണ്. അതെ, ശരിക്കും നമ്മൾ ഇപ്പൊ ആ ഫോൺ കോൾ ചിലപ്പോ അദ്ദേഹത്തിനാ ചെയ്തിരുന്നെങ്കിൽ ഇത് മാത്രമേ കിട്ടുള്ളൂ. എടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ എന്തറിയോ, ചേട്ടാ ഞാൻ സംവിധാനം ചെയ്യാൻ വേണം. ചേട്ടന്റെ അഭിപ്രായം എന്താ?